വേനൽക്കാലം ഇങ്ങെത്തിയിരിക്കുകയാണ്. ഒപ്പം ഇപ്പോഴത്തെ പകൽ ചൂട് അസഹനീയമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പലപ്പോഴും സൂര്യാഘാതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സത്യത്തിൽ സൂര്യാഘാതം എന്നാൽ എന്താണ്? സാധാരണ രീതിയിൽ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ താപം പുറത്തു പോകാൻ പലപ്പോഴും തടസ്സമുണ്ടാകുന്നു. അതോടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും താളം തെറ്റുന്നു. ഇത് ഗുരുതരമായ പല അവസ്ഥയിലേക്കും നമ്മളെ എത്തിക്കും. തലവേദന, ദേഹത്ത് ചൂട് കൂടൽ, പേശി വലിവ്, കടുത്ത ക്ഷീണം, ബോധക്ഷയം മുതലായവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. നിലവിലെ അസഹനീയമായ ചൂടിൽ സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതിനാൽ ഈ ചൂടിനിടയിലും സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം. വെള്ളം എപ്പോഴും നന്നായി കുടിച്ചുകൊണ്ടിരിക്കുക. അതിൽ തന്നെ ഉപ്പിട്ട നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, സംഭാരം എന്നിവയും നല്ലതാണ്. ഇനി സൂര്യാഘാതം ഏറ്റാൽ ഉടൻ തന്നെ തണലിലേക്ക് മാറുക. എന്നിട്ട് ചൂട് മാറുന്നില്ല എങ്കിൽ വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് തുണി കൊണ്ട് ശരീരം തുടയ്ക്കാം. ഇനി ഉച്ച സമയത്ത് പുറത്തു ജോലി ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരക്കാർ ജോലി സമയം ക്രമീകരിക്കേണ്ടതാകും ഏറ്റവും ഉചിതം. പിന്നെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കട്ടി കുറഞ്ഞതോ വെളുത്തതോ ഇളം നിറത്തിലുള്ളവയോ ഉപയോഗിക്കുക. വെയിലത്ത് നിർത്തിയിട്ട കാറുകളിലും മറ്റു വാഹനങ്ങളിലും കുട്ടികളെ ഇരുത്തുന്നതും ഏറെ അപകടകരമാണ്. അതിനാൽ ഇതും ഒഴിവാക്കേണ്ടതുണ്ട്. കൂടാതെ വീടിനുള്ളിൽ വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് വാതിലുകളും ജനലുകളും തുറന്നിടാവുന്നതാണ്. ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ പ്രാഥമിക ശുശ്രൂഷ നൽകി ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കണം.